യേശുവിൻ്റെ ജനനം സ്വർഗീയ ദൂതന്മാർ ഇടയന്മാരെ അറിയിച്ചത് ഒരു മഹാസന്തോഷം എന്ന് പറഞ്ഞ് ആയിരുന്നു. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ലൂക്കോസ് 2:10-11 വചനങ്ങൾ. യേശു ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ വചനവും സാമീപ്യവും സകലർക്കും സന്തോഷം നൽകുന്നു. അവൻ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അതിനുശേഷം യേശു പലവട്ടം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശു അവരെ ഒലിവ് മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യേശു അവരോട് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ പറഞ്ഞു കൊടുത്ത സ്ഥലമാണ് ഒലിവ് മല. അവസാനമായി 3 മഹാസന്തോഷങ്ങൾ യേശു അവർക്ക് വാഗ്ദത്തം ചെയ്ത് യേശു സ്വർഗാരോഹണം ചെയ്തു. അനന്തരം അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. എല്ലായ്പ്പോഴും ഒരു ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ലൂക്കോസ് 24:50 മുതൽ 53 വരെയുള്ള വചനങ്ങൾ. സാധാരണ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ വിടവാങ്ങി പോകുമ്പോൾ അത് നമ്മെ ദുഃഖിപ്പിക്കും. എന്നാൽ യേശു വിടവാങ്ങി സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാർ മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങി എന്ന് നാം വായിക്കുന്നു. ഈ മഹാസന്തോഷം നമുക്കും ഉള്ളതാണ്. ശിഷ്യന്മാരുടെ ഈ മഹാസന്തോഷത്തിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിൽ അനേകം മഹാത്മാക്കൾ മരണപ്പെട്ട് ഭൂമിയോട് ചേർന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ ശവക്കല്ലറുകൾ മുഴുവനും അടഞ്ഞു കിടക്കുന്നു. എന്നാൽ യേശുവിൻ്റെ കല്ലറ സന്ദർശിക്കുന്ന വ്യക്തിക്ക് അവിടെ എഴുതിയ ഒരു ഫലകം കാണാൻ കഴിയും. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഹാസ് റൈസൺ. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന്. യേശു എവിടെയാണ് എന്ന് നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. റോമാലേഖനം 8:34. നമ്മുടെ യേശു ഇന്നും ജീവിച്ചിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പത്രോസ് പറഞ്ഞു, ആകാശത്തിന് കീഴ് ഭൂമിക്ക് മീതെ നമ്മുടെ രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന്. ശിഷ്യന്മാർക്ക് മഹാസന്തോഷം ലഭിച്ചതിൻ്റെ ഒരു കാരണം യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. എന്നും ഒരു മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഈ മഹാസന്തോഷം നമുക്കും അനുഭവിക്കുവാൻ ഇടയാകുന്നത്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എബ്രായ ലേഖനം 4:15-16 വചനങ്ങൾ. 2, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടു. യേശു ശിഷ്യന്മാരോട് വിടവാങ്ങുന്നതിന് മുൻപ് ഒരു വലിയ വാഗ്ദത്തം അവർക്ക് കൊടുത്തു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. ലൂക്കോസ് 24:49. ഈ വാഗ്ദത്തം അവർക്ക് മഹാസന്തോഷം നൽകി. ക്രൂശ് മരണത്തിൽ ചിന്നിച്ചിതറിപ്പോയ ശിഷ്യന്മാർ യെരുശലേമിൽ പോയി ഒരുമിച്ച് കൂടി ഈ വാഗ്ദത്തത്തിനായി കാത്തിരുന്നു. അവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് യെരുശലേമിലും യഹൂദ്യയിലെല്ലായിടത്തും ശമരിയയിലും
ഭൂമിയുടെ അറ്റത്തോളവും യേശുവിന്റെ സാക്ഷികളായി. അഗ്നിക്കോ വാളിനോ അമ്പിനോ തിളച്ച എണ്ണയ്ക്കോ ശിരച്ഛേദത്തിനോ കല്ലേറിനോ കാരാഗ്രഹത്തിനോ മറ്റെന്തിനെങ്കിലുമോ അവരിലുള്ള പരിശുദ്ധാത്മ ബലത്തെ കെടുത്തുവാൻ കഴിഞ്ഞില്ല. അവർ ഏത് പ്രതിസന്ധികളെയും സ്തുതികളാലും ആരാധനകളാലും നേരിട്ടു. ദൈവം വാഗ്ദത്തമായി നൽകിയ ഈ ആത്മാവാണ് ശിഷ്യന്മാരുടെ മഹാസന്തോഷത്തിന്റെ മറ്റൊരു കാരണം. ഈ മഹാസന്തോഷം നമുക്കും വേണമോ? നമ്മുടെ ശരീരമാകുന്ന ആലയങ്ങളെ വിശുദ്ധമാക്കിയാൽ ദൈവം ദാനമായി നൽകിയ ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കും. അപ്പോൾ മഹാസന്തോഷം അനുഭവപ്പെടും. അപ്പോൾ ലോകത്തിലെ ഒരു പ്രതിസന്ധികളിലും നാം ആകുലപ്പെടുകയോ നിരാശപ്പെടുകയോ ഇല്ല. കാരണം നമ്മിലുള്ള ഭീരുത്വത്തിന്റെ ആത്മാവല്ല, സുബോധത്തിന്റെയും ശക്തിയുടെയും ആത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ കാര്യസ്ഥനാണ്, നമ്മുടെ അഡ്വക്കേറ്റ് ആണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്, അഥവാ നമ്മുടെ ഒരു കമ്പാനിയനാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്നവനാണ്, കൗൺസിലറാണ് പരിശുദ്ധാത്മാവ്. ഇത്രയും കരുതലോടെ നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ നാം ശിഷ്യന്മാർ അനുഭവിച്ച മഹാസന്തോഷത്തിന് ഉടമകളായി മാറും. 3, യേശു വീണ്ടും വരും എന്ന മഹാസന്തോഷം. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 1:11. ഈ ലോകത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം ശിഷ്യന്മാർ ചവറന്നെണ്ണി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. കാരണം യേശുവിനോടുകൂടെ ചേരുമെന്ന് എല്ലാവർക്കും പ്രത്യാശയുണ്ടായിരുന്നു. നമുക്കൊരു പ്രത്യാശയുണ്ട്, നമ്മുടെ യേശു വീണ്ടും വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. 1 തെസ്സലോനിക്കർ 4:16-17 വചനങ്ങൾ. ഈ തിരുവചനം നമ്മുടെയും മഹാസന്തോഷത്തിന് കാരണമാകുന്നു. കഷ്ടതയും കണ്ണുനീരും നെടുവീർപ്പുകളും ഇല്ലാത്ത രാജ്യത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാൻ നമ്മുടെ പ്രാണപ്രിയൻ വേഗം വരുന്നു. ആ നാളും നാഴികയും ആരും അറിയുന്നില്ല, അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിനാൽ വിശുദ്ധിയോടെ ആ മഹാസന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.